പൊന്നാനി ചാണയിലെ പെരിഞ്ചേരിപ്പാടം കനാൽ പരിസരവാസികൾക്ക് ഇനി ആശ്വാസത്തോടെ കിടന്നുറങ്ങാം. കനാൽ മാലിന്യമുക്തമാക്കുന്ന പദ്ധതിക്ക് അംഗീകാരമായി ടെൻഡർ ഈ മാസം നടക്കും. പൊന്നാനി ചാണയിലെ പെരിഞ്ചേരിപ്പാടം കനാൽ പരിസരവാസികൾക്ക് ഇനി ആശ്വാസത്തോടെ കിടന്നുറങ്ങാം. മാലിന്യം നിറഞ്ഞ കനാലിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ നടപടികളാകുന്നു. ആദ്യഘട്ട കനാൽ ശുചീകരണ പ്രവർത്തികൾക്കുള്ള ടെൻഡർ ഒരാഴ്ചയ്ക്കകം നടക്കും. കാലങ്ങളായി മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയ പൊന്നാനി നഗരസഭയിലെ 3-ാം വാർഡിലെ ചാണ പെരിഞ്ചേരിപ്പാടം കനാലിന്റെ ശോചനീയാവസ്ഥയ്ക്കാണ് ഒടുവിൽ പരിഹാരമാകുന്നത്. കനാലിൽ അടിഞ്ഞുകൂടിയ ചളിക്കെട്ട് നീക്കി വെള്ളത്തിന്റെ നീക്കം സുഗമമാക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി ഉയരുന്ന പരാതിക്കൊടുവിൽ അടിയന്തര നടപടികൾക്കായി പി നന്ദകുമാർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഇതിന്റെ ടെൻഡർ നടപടികൾ അടുത്ത ആഴ്ച നടക്കും. 2-ാം ഘട്ട പ്രവർത്തനത്തിനായി 28 ലക്ഷം രൂപയുടെ അനുമതിയും ലഭ്യമായിട്ടുണ്ട്. കനോലി കനാലിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന കനാൽ പൂർണ്ണമായ രീതിയിൽ ശുചീകരിക്കാൻ 1 കോടി രൂപയോളം ചിലവ് വരും. 3 കിലോമീറ്ററിലധികം വരുന്ന കനാലിന്റെ ചെളിമണ്ണ് നീക്കം ചെയ്ത് ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതാണ് പദ്ധതി. കൂടാതെ പദ്ധതിക്ക് ഇറിഗേഷൻ ഫണ്ട് ഉപയോഗപ്പെടുത്തി വിപുലമായ രീതിയിൽ കാന ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തും. നേരത്തെ ഈഴവത്തുരുത്തി പാക്കേജിൽ ഉൾപ്പെടുത്തി കാന ശുചീകരിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇത് നടപ്പായില്ല. വൃത്തിഹീനമായ കാനയ്ക്ക് സമീപം താമസിക്കുന്നവർ ജലജന്യ രോഗങ്ങൾ ഉൾപ്പെടെ വർദ്ധിക്കുകയാണ്. വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. ഏറെക്കാലമായുള്ള ആവശ്യം യാഥാർത്ഥ്യമാകുന്നതോടെ കനാലിലെ നീരൊഴുക്കും വർദ്ധിക്കും. PGTV ന്യൂസ് പൊന്നാനി. ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹ ഫാഷൻ. സൻഹ ഫാഷൻ, തിരൂർ.